കണ്ടാൽ പാവം പോലെ കിടക്കുന്ന ഈ തെരുവ് നായയാണ് ലൈഫ് ഗാർഡിനെ ആക്രമിച്ചത്. കോവളം തീരത്ത് ഇതുപോലെ ഒട്ടേറെ നായകളെ കാണാം. സഞ്ചാരികൾക്കിടയിൽ, നടപ്പാതയിൽ, കടകൾക്ക് മുന്നിൽ, കുട്ടികൾക്ക് ഭീഷണിയായി. അങ്ങനെ അക്രമകാരികളാകുന്ന നായകളെ ഇവിടെ നിന്നും മാറ്റാൻ നടപടിയില്ല. ഇവിടെ വെച്ചാണ് ലൈഫ് ഗാർഡായ ആകാശിനെ നായ ആക്രമിച്ചത്. കടലിൽ വീണ പലരുടെയും ജീവൻ രക്ഷിച്ച ആകാശിന്റെ ജീവൻ അപകടത്തിലായേനെ. ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടി പോസ്റ്റിലോട്ട് പോയായിരുന്നു. അപ്പം നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ആ ഭാഗത്ത് ലൈറ്റ് ഹൗസിൻ്റെയും 8 പോസ്റ്റിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഒരു പട്ടി കിടക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല. പട്ടി ആ സൈഡിലേക്ക് കിടക്കായിരുന്നു. നമ്മൾ സാധാരണ നടന്നു പോകും പോലെ പോയി. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ നടന്നു പോയി അങ്ങ് പാസ് ചെയ്ത് പോയതും ബാക്കിലൂടെ വന്ന് കടിച്ചു കയറിയത്. ഒരുപാട് നായശല്യം കൂടുതലാണ് അവിടെ. അപ്പം നമുക്കുപോലും അവിടെ ഒരു ഇതില്ലാതിരുന്നപ്പോൾ വിദേശികൾ വരുമ്പോഴെന്തായിരിക്കും അവസ്ഥ? പലതവണ നാട്ടുകാരും കട ഉടമകളും പരാതി നൽകി. നായ്ക്കളെ വന്ധ്യംകരിച്ച് തിരികെ ഇവിടെ തന്നെ വിടുന്നതല്ലാതെ ശാശ്വത പരിഹാരമില്ല. പട്ടി തന്നെ ഏറ്റവും കുഴപ്പമാക്കി ആരെയും പോകാനും സമ്മതിക്കില്ല. ഈ ഇടയ്ക്ക് ഒരു മദാമേനെ കടിക്കി, മനസ്സിലായി, നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ വിളിക്ക് പോകണം. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്ഷണം തേടി ജീവിക്കുന്ന നായ്ക്കളെ ഇവിടെ നിന്ന് അകറ്റാൻ കൃത്യമായ മാലിന്യ സംസ്കരണം ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും ആഭ്യന്തര രാജ്യാന്തര ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടകേന്ദ്രം തന്നെയാണ് കോവളം. അതുകൊണ്ട് ഇവിടുത്തെ തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ തീരും. VS ബിജുവിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.